തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിങ്കളാഴ്ച ഒന്നാം ഘട്ടത്തിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെ പരസ്യ പ്രചാരണം അവസാനിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, വയനാട്, ഇടുക്കി ജില്ലകളിൽ ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ. തിരുവനന്തപുരത്ത് നിന്നും ജിതിൻ ചന്ദ്രൻ. ജിതിൻ, പരസ്യ പ്രചാരണം അവസാനിച്ചിരിക്കുന്നു. നിശബ്ദ പ്രചാരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശമുണ്ട്. ഒറ്റപ്പെട്ടതാണെങ്കിലും കണ്ണൂരിൽ അക്രമ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതും ഒരുപക്ഷെ പരസ്യ പ്രചാരണം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്ത മണിക്കൂറുകൾ ഈ 7 ജില്ലകൾ എങ്ങനെയായിരിക്കും, ആ ജില്ലകളിലൂടെയുള്ള രാഷ്ട്രീയ യാത്ര, അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരുക്കങ്ങൾ, ഏറ്റവും പ്രസക്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വരും ഒരു ദിവസത്തെ പ്രവർത്തനം ഏതു തരത്തിലായിരിക്കും? പ്രദീപ്, തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. തിങ്കളാഴ്ചയാണ് ഈയിടങ്ങളിൽ വിധിയെടുത്ത് നടക്കുന്നത്. ഈ 7 ജില്ലകളിലെയും പരസ്യ പ്രചരണം 5 മണിയോടുകൂടി തന്നെ അവസാനിച്ചിരിക്കുന്നു. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. ഇനിയാണ് അടിയൊഴുക്കുകളും ഒപ്പം തന്നെ അവസാന ഘട്ട വോട്ടുറപ്പിക്കലും പുതിയ വോട്ടുകളുടെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തലും മറ്റും നടക്കുന്ന നിർണായകമായ മണിക്കൂറുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ച 5 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചാൽ 7 മണിക്ക് വോട്ടിംഗ് അവസാനിക്കുന്നത് വരെ കർശനമായ മാർഗനിർദ്ദേശങ്ങളോടുകൂടി കർശനമായ സംവിധാനങ്ങളും ക്രമീകരണങ്ങളുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന പോലീസും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. എല്ലായിടങ്ങളിലും ഈ 7 ജില്ലകളിലും തെരഞ്ഞെടുപ്പിനായുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കെ ശശിധരൻ നായർ ഇന്ന് മാധ്യമങ്ങളെ അറിയിക്കുകയുണ്ടായി. എല്ലായിടങ്ങളിലും തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. ഒപ്പം തന്നെ സംസ്ഥാനത്തുള്ള അതീവ പ്രശ്നബാധിത ബൂത്തുകളിലേക്കുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മൊത്തം 1316 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നതിൽ 1102 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. നമുക്ക് അറിയാം, ഏറ്റവും ഒടുവിൽ കണ്ണൂരിൽ നിന്നാണ് ഏറ്റവും പുതിയതായി ഒരു അക്രമ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ കണ്ണൂരിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ അതീവ പ്രശ്നബാധിത ബൂത്തുകളുമുള്ളത്. 643 അതീവ പ്രശ്നബാധിത ബൂത്തുകൾ കണ്ണൂരുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ അതീവ സുരക്ഷ തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാന പോലീസിന്റെ പഴുതടച്ച സുരക്ഷ ഈ 7 ജില്ലകളിൽ, ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ നിലവിലുണ്ട്. ഒപ്പം തന്നെ കർണാടക പോലീസിന്റെ 4 കമ്പനി സേനയെ സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിന്യസിക്കും. ഇതിൽ കൂടുതൽ അംഗങ്ങളെയും കണ്ണൂരിൽ തന്നെയാണ് വിന്യസിക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ വോട്ടെടുപ്പ് അവസാനിക്കുന്നതുവരെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഇതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയതായി സംസ്ഥാന പോലീസ് മേധാവിയും അറിയിക്കുകയുണ്ടായി. ഒപ്പം തന്നെ പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗിലുള്ള സംവിധാനവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. 1316 ബൂത്തുകളിൽ 1118 ഇടങ്ങളിലും വെബ്കാസ്റ്റിംഗിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വെബ്കാസ്റ്റിംഗ് ഇല്ലാത്ത ഇടങ്ങളിൽ വീഡിയോഗ്രഫിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിലൂടെ ഏറെക്കുറെ തത്സമയമായി തന്നെ എല്ലാ പ്രശ്നബാധിത ബൂത്തുകളിൽ നിന്നുമുള്ള വിവരങ്ങൾ, ദൃശ്യങ്ങൾ സഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിക്കാനുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നിശബ്ദ പ്രചരണം സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ കർശനമായ നിരീക്ഷണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ ഏറ്റവും പ്രശ്നബാധിതം ഉണ്ടാകാൻ സാധ്യതയുള്ള ജില്ലയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടിരിക്കുന്നത് കണ്ണൂരാണ്. കണ്ണൂരിൽ നിന്നും പി വി ജോഷ്ല, മാടായി മുട്ടത്ത് LDF പ്രവർത്തകന് കുത്തേറ്റു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും നിരീക്ഷണം വളരെ ശക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ജില്ലയാണ് കണ്ണൂർ. കണ്ണൂരിൽ ഈ അക്രമ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കണ്ണൂരിലെ പരസ്യ പ്രചാരണം എത്രമാത്രം ആവേശത്തിലായിരുന്നു? നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ പാർട്ടികളും മുന്നണികളും ഏതു തരത്തിലാണ് തെരഞ്ഞെടുപ്പ് രംഗത്തെ സമീപിക്കുക? തിങ്കളാഴ്ച വോട്ട് രേഖപ്പെടുത്താൻ പോകുന്ന ആദ്യ മണിക്കൂർ വരെ പ്രദീപ്, കണ്ണൂരിലെ പരസ്യ പ്രചരണത്തിന് സമാപനമായിരിക്കുന്നു. കണ്ണൂർ നഗരത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ ആദ്യത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ ഇരു പാർട്ടികളുടെയും UDFന്റെയും LDFന്റെയും ശക്തി പ്രകടനം അതിന്റെ പാരമ്പര്യയിൽ എത്തി നിൽക്കുന്ന രീതിയിലുള്ള കൊട്ടിക്കലാശമാണ് കണ്ണൂരിൽ നടന്നത്. അതിനിടെ കണ്ണൂരിൽ മാടായി മുട്ടത്ത് മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. എന്തായാലും സമാധാനപരമായിരുന്നു മറ്റെല്ലാ നഗരങ്ങളിലും നടന്ന കൊട്ടിക്കലാശങ്ങൾ. അതേസമയം നടന്നത് മാടായി മുട്ടത്ത് LDF പ്രവർത്തകന് കുത്തേറ്റു. LDF കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി പ്രകടനം നയിക്കുന്ന സമയത്താണ് സംഭവം നടന്നത്. പുതിയങ്ങാടി മാട്ടൂൽ ഭാഗത്തു നിന്നും വന്ന ലീഗ് സ്ഥാനാർത്ഥികളെ ആനയിച്ചുകൊണ്ടുള്ള പ്രകടനത്തിൽ പങ്കെടുത്ത ലീഗ് പ്രവർത്തകർ LDF നടക്കുന്ന പ്രകടനത്തിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. LDF പ്രവർത്തകനായ ഇസ്മയിലിനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. മാത്രമല്ല, ആയുധങ്ങളും വേണ്ടിയാണ് ഈ ലീഗ് പ്രവർത്തകർ സ്ഥാനാർത്ഥികളെ ആനയിച്ചുകൊണ്ടുള്ള പ്രകടനം നടത്തിയതെന്നുള്ള ആരോപണം CPMന്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും ഇത് ഒഴിച്ചുവെച്ചാൽ
കണ്ണൂർ ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും നടന്നത് വളരെ ശാന്തമായ, അതായത് മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള പ്രകടനങ്ങളായിരുന്നു. അത്തരത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഒറ്റപ്പെട്ട അക്രമമാണെങ്കിലും ഇനിയുള്ള മണിക്കൂറുകൾ ഏറ്റവും വളരെ പ്രസക്തമാണ്, വളരെ നിർണായകവും. മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അടിയൊഴുക്കുകൾ രൂപപ്പെടുക. സംസ്ഥാനത്തെ ഏതു ജില്ല എടുത്തു കഴിഞ്ഞാലും കണ്ണൂർ രാഷ്ട്രീയം വളരെ വ്യത്യസ്തമാണ്. 8 നഗരസഭകൾ, തലശ്ശേരിയും കൂത്തുപറമ്പും പയ്യന്നൂരായി കഴിഞ്ഞാലും തളിപ്പറമ്പും ആന്തൂറും ഇരിട്ടിയും പാനൂറും ശ്രീകണ്ഠപുരം ആയിക്കഴിഞ്ഞാൽ ഒക്കെയും മുന്നണികൾ വളരെ വാശിയേറി ഈ 8 നഗരസഭകൾ കേന്ദ്രീകരിക്കുകയാണ്. ഏറ്റവും പുതുതായി വന്നിട്ടുള്ള കണ്ണൂർ കോർപ്പറേഷനും 1693 ബൂത്തുകൾ തിങ്കളാഴ്ച വോട്ടെടുപ്പിലേക്ക് പോകുമ്പോൾ പരസ്യപ്രചാരണം അത് വളരെ സജീവവും വളരെ ആവേശത്തിലുമാകുമ്പോൾ ഈ 8 നഗരസഭകൾ, പുതുതായി രൂപപ്പെടുന്ന കോർപ്പറേഷൻ, ഇവിടെയൊക്കെയും ഇരു മുന്നണികളുടെയും പ്രതീക്ഷ. അതോടൊപ്പം SNDP കൂട്ടുകെട്ട് വലിയ ആവേശത്തിലെന്നാണ് BJP ക്യാമ്പുകൾ പറയുന്നത്. ഇതൊക്കെയും അവിടെ വർക്കൗട്ട് ആവുന്നത് ഏതു തരത്തിലാണ്? പ്രചരണ രംഗം ഇനിയുള്ള മണിക്കൂർ നിശബ്ദ പ്രചരണത്തിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ എത്രമാത്രം ആവേശത്തിലാണ് ജനങ്ങളിലേക്ക് എത്തിക്കുക? ചുരുക്കി പ്രദീപ്, കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രഥമ കോർപ്പറേഷൻ നേടുക എന്നുള്ളതാണ് ഇരു പാർട്ടികളുടെയും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ 55 ഡിവിഷനുകളുള്ള കണ്ണൂർ കോർപ്പറേഷനിൽ നേരത്തെ തന്നെ UDF അനുകൂലമായി അതിർത്തി നിർണയം നടത്തി എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ കൂടി ഇപ്പോൾ ഇതിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് പോകുമ്പോൾ 30 സീറ്റുകളോളം നേടിക്കൊണ്ട് കണ്ണൂർ കോർപ്പറേഷൻ പിടിക്കാനുള്ള ഒരുക്കത്തിലാണ് LDF. അതേസമയം UDF-ന് വിമതശല്യം പള്ളിക്കുന്നടക്കമുള്ള പ്രദേശങ്ങളിൽ രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ കോർപ്പറേഷൻ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. അതേസമയം മറ്റ് നഗരസഭകൾ, തലശ്ശേരി അടക്കമുള്ള നഗരസഭകൾ LDF-ന് അനുകൂലമായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന നഗരസഭകളെല്ലാം തന്നെ LDF-ന് അനുകൂലമാണ്. നേരത്തെ ഉണ്ടായിരുന്ന കണ്ണൂർ നഗരസഭ മാത്രമായിരുന്നു UDF-ന് അനുകൂലമായി ഉണ്ടായിരുന്നത്. മറ്റെല്ലാ നഗരസഭകളിൽ നിന്നും അല്പം വ്യത്യാസമായി പറയാനുള്ളത് പാനൂരും തളിപ്പറമ്പ് നഗരസഭകളാണ്. അതേസമയം ആന്തൂർ നഗരസഭ ഇപ്പോൾ തന്നെ LDF-ന്റെ കയ്യിൽ എത്തിയിരിക്കുന്ന അവസ്ഥയാണ് കണ്ണൂരിലുള്ളത്. തളിപ്പറമ്പ് നഗരസഭ UDF, അതായത് ലീഗിന് വോട്ട് കൂടുതലുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തളിപ്പറമ്പ് നഗരസഭ രൂപീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പാനൂർ നഗരസഭയും 3 പഞ്ചായത്തുകൾ, ലീഗിന് വോട്ട് കൂടുതലുള്ള 3 പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പാനൂർ നഗരസഭയും ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2 നഗരസഭകളിൽ ഒഴികെയുള്ള എല്ലാ നഗരസഭകളിലും LDF ആയിരിക്കും ആധിപത്യം പുലർത്തുക. ഈ 2 നഗരസഭകളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും നേതാക്കൾ പറയുന്നത്. അതേസമയം ഇരിട്ടി നഗരസഭ, കീഴൂർ ചാവശ്ശേരി പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇരിട്ടി നഗരസഭ രൂപീകരിച്ചിട്ടുള്ളതെങ്കിലും കീഴൂർ ചാവശ്ശേരി പഞ്ചായത്തിലെ LDF വോട്ടുകൾ മാറ്റി നിർത്തിക്കൊണ്ട് UDF-ന് അനുകൂലമായ ഒരു അതിർത്തി നിർണയമാണ് ഇവിടെയും നടന്നിട്ടുള്ളത്. എന്നാൽ കീഴൂർ ചാവശ്ശേരി പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്ന വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ LDF UDF മത്സരം ശക്തമായിരിക്കും. മറ്റ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ആധിപത്യം LDF-ന് തന്നെ ആയിരിക്കും എന്നുള്ള കണക്കൂട്ടലുകളാണ് അവസാന നിമിഷത്തിൽ കണ്ണൂരിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. ഇത്തരത്തിൽ മലബാറിൽ കണ്ണൂർ ഏറ്റവും പ്രാധാന്യത്തോടെ നിൽക്കുമ്പോൾ തന്നെ പുതിയ കോർപ്പറേഷൻ അടക്കം 8 നഗരസഭകളടക്കം വാശിയേറിയ മത്സരത്തിന് വേദിയാകുമ്പോൾ മലബാറിലെ മറ്റൊരു ജില്ല വയനാട്ടിൽ നിന്നും KR അനൂപ് ചേരുന്നു. അനൂപ്, പരസ്യപ്രചാരണം അത് അവസാനിക്കുമ്പോൾ അത് തന്നെ ആ തെരഞ്ഞെടുപ്പ് ഏതു തരത്തിലേക്ക് എത്രമാത്രം വോട്ടർമാരെ ഇളക്കാൻ സാധിക്കുമെന്നതൊക്കെ ഒരു മുന്നെഴുത്ത് കണക്കാക്കാൻ സാധിക്കും. വയനാട്ടിലെ പരസ്യപ്രചാരണം എവിടെയൊക്കെയാണ് കേന്ദ്രീകരിച്ചത്? പ്രവർത്തകരും മുന്നണികളും അത് എത്രമാത്രം ആവേശത്തിലായിരുന്നു? ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ. പ്രദീപ്, കൽപ്പറ്റ, മാനന്തവാടി, ബത്തേരി എന്നിവിടങ്ങളിൽ മുന്നണികളുടെ വലിയ തോതിലുള്ള കൊട്ടിക്കലാശമാണ് നടന്നത്. എന്നാൽ കൽപ്പറ്റയിൽ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ തന്നെ ശക്തമായ ഊന്നൽ നൽകിക്കൊണ്ട് LDF ഇത്തരം കൊട്ടിക്കലാശ പരിപാടികളിൽ പങ്കെടുത്തില്ല എന്നുള്ള ശ്രദ്ധേയം. അതേസമയം BJP UDF-ന്റെയും അവസാന നിമിഷത്തെ പ്രചാരണ പരിപാടികൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് കൊട്ടിക്കലാശ പരിപാടികൾ നടന്നു. അതേസമയം ബത്തേരി, മാനന്തവാടി തുടങ്ങിയിടങ്ങളിൽ LDF ഉൾപ്പെടെയുള്ള മുന്നണികളുടെ ശക്തമായ ശക്തി തെളിയിക്കുന്ന തരത്തിലുള്ള കൊട്ടിക്കലാശ പരിപാടികളാണ് നടന്നത്. മാവോയിസ്റ്റ് ഭീഷണി അടക്കമുള്ള സാഹചര്യത്തിൽ തണ്ടർബോട്ട് അടക്കമുള്ള വൻ സുരക്ഷാ ക്രമീകരണങ്ങളുടെ നടുവിലാണ് ഇത്തരത്തിൽ കൊട്ടിക്കലാശ പരിപാടികൾ അരങ്ങേറിയത്. ജില്ലയിൽ പ്രധാനമായും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മാറ്റം മാനന്തവാടി, ബത്തേരി പുതിയ നഗരസഭകളായി രൂപപ്പെട്ടു എന്നുള്ളതാണ്. ഈ നഗരസഭകളിൽ ആദ്യ ഭരണം പിടിച്ചെടുക്കുന്നതിനുള്ള ശക്തമായ മത്സരത്തിൽ അതിലൂടെ മുന്നണികളുടെ ശക്തി തെളിയിക്കുന്ന തരത്തിലുള്ള വലിയ കൊട്ടിക്കലാശ പരിപാടികളാണ് മുന്നണികൾ സംഘടിപ്പിച്ചത്. ഇതേസമയം പഞ്ചായത്ത് തലങ്ങളിലും വാർഡ് തലങ്ങളിലും 23 പഞ്ചായത്ത് തലങ്ങളിലും അതേസമയം നഗരസഭകളുടെ വിവിധ പ്രദേശങ്ങളിലും വലിയ ആവേശത്തോടു കൂടിയാണ് കൊട്ടിക്കലാശ പരിപാടികൾ സംഘടിപ്പിച്ചത്. KR അനൂപ് വയനാട്ടിൽ നിന്നും. മലബാറിലെ 4 ജില്ലകളിൽ കണ്ണൂരും
കാസർഗോഡ്, വയനാട്, കോഴിക്കോട് 4 ജില്ലകളിലും വളരെ ആവേശകരമായ രീതിയിലാണ് പരസ്യപ്രചാരണം അവസാനിച്ചിരിക്കുന്നത്. കാസർഗോഡ് നിന്നും സണ്ണി ജോസഫ്. സണ്ണി, 1565 വാർഡുകൾ, അതോടൊപ്പം ഏറ്റവും പ്രാധാന്യത്തോടെ 3 മുന്നണികളും അവകാശവാദം ഉന്നയിക്കുന്നു. കാസർഗോഡിൻ്റെ പ്രത്യേകത അനുസരിച്ചാണെങ്കിൽ BJP SNDP മുന്നണി ഏറ്റവും കൂടുതൽ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്ന ജില്ലകളിലൊന്നാണ് കാസർഗോഡ്. നീലേശ്വരവും കാഞ്ഞങ്ങാടും അതോടൊപ്പം തന്നെ കാസർഗോഡ് നഗരസഭകൾ എടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം പ്രാധാന്യമാണ് ഈ മുന്നണികൾക്കുമുള്ളത്? 2010 തെരഞ്ഞെടുപ്പുമായി നോക്കുമ്പോൾ 2015 ഏതൊക്കെ തരത്തിലാണ് വ്യത്യസ്തമാവുക, പ്രാധാന്യവും ഉണ്ടാവുക? കാസർഗോഡ് ജില്ലയിലെ BJPയുടെ സ്വാധീനം വടക്കൻ മേഖലയിലാണ് വ്യക്തമായിട്ടുള്ളത്. പ്രത്യേകിച്ച് കാസർഗോഡ് നഗരം, നഗരസഭ, അതോടൊപ്പം തന്നെ ചന്ദ്രഗിരി വടക്കുള്ള പ്രദേശങ്ങളില്. കാഞ്ഞങ്ങാട് നഗരസഭയിൽ നാമമാത്രമായ സ്വാധീനമാണ് BJPക്കുള്ളത്. 3-4 കൗൺസിലർമാരാണ് അവർ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചത്. 5 താഴെ കൗൺസിലർമാരാണ് ലഭിച്ചത്. കാസർഗോഡാണ് 10ഓളം കൗൺസിലർമാർ അവർക്കുള്ളത്. കാസർഗോഡ് നഗരസഭയിലെ മുസ്ലിം ലീഗും BJPയാണ് നിർണായകമായ സ്വാധീനമുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ സ്വാധീനം കാസർഗോഡ് നഗരത്തെ സംബന്ധിച്ചില്ല. അതേസമയം മഞ്ചേശ്വരം മേഖലയിൽ BJPയുടെ പറയപ്പെടുന്ന ആ നിലയിലുള്ള ഒരു സ്വാധീനം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രകടമായിരുന്നില്ല. ആകെ കാസർഗോഡ് ജില്ലയിലെ 38 ഗ്രാമപഞ്ചായത്തുകളിൽ 3 ഗ്രാമപഞ്ചായത്തുകൾ, അതിൽ ഒരു ഗ്രാമപഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെയാണ് അധികാരത്തിൽ വന്നത്. അത്രയും കുറഞ്ഞ പെർഫോമൻസ് ആണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP കാസർഗോഡ് ജില്ലയിൽ കാഴ്ചവെച്ചത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഒരു ഡിവിഷനാണ് BJP ലഭിച്ചത്. വലിയ പെർഫോമൻസ് ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലായത്. ബീഫ് വിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ദേശീയ തലത്തിലും അതുപോലെ സംസ്ഥാന തലത്തില് SNDP സഖ്യവും BJPക്ക് വലിയ നേട്ടങ്ങളൊന്നും കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാക്കി കൊടുക്കില്ല എന്ന് വേണം നമുക്ക് LDF UDF സഖ്യ നേതൃത്വം പറയുന്നതും നമുക്ക് ഏതാണ്ട് ബോധ്യപ്പെടുന്ന ആ നിലയ്ക്കാണ്. SNDP കാസർഗോഡ് ജില്ലയിൽ വലിയ ജനസ്വാധീനം, അങ്ങനെയൊരു ഘടകമോ വലിയ സ്വാധീനമോ ഇല്ല. 1-2 യൂണിയനുകൾ ഉണ്ടെങ്കിലും അവിടെയും SNDPയുടെ പ്രവർത്തകർ, അംഗങ്ങൾ അവരെല്ലാം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലാണ് എന്നുള്ളതാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. അത് UDFലും LDFലും BJPയിലുമായി ചിതറിക്കിടക്കുകയാണ്. ആകെ SNDPയുടെ ഒരൊറ്റ സ്ഥാനാർത്ഥി മാത്രമാണ് ഔദ്യോഗികമായിട്ട് മത്സരിക്കുന്നത്. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡിൽ മാത്രമാണ്. അതുകൊണ്ട് SNDP BJP സഖ്യത്തിന് വലിയ പ്രതീക്ഷയ്ക്ക് വക കാസർഗോഡ് ജില്ലയിൽ കാണുന്നില്ല. കാരണം SNDPയുടെ പ്രവർത്തനം തന്നെ നാമമാത്രമാണ് കാസർഗോഡ് ജില്ലയിൽ. അതിന്റെ അംഗങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളാണ്. അതുകൊണ്ട് ആ നിലയിൽ ഒരു റിസൾട്ട് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇപ്പോൾ അവസാനം പ്രചാരണ പ്രവർത്തനങ്ങൾ വളരെ ശാന്തമായി സമാധാനപരമായി പൂർത്തിയായി. അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് കാണുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും ഏതാണ്ട് തുല്യ നിലയിൽ സ്വാധീനമുള്ള ജില്ലയാണ് കാസർഗോഡ്. പക്ഷെ പലപ്പോഴും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ LDF മുൻകൈ നേടുന്ന ഒരു സാഹചര്യമാണ് മുൻകാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് LDFന് ലഭിച്ചപ്പോൾ തന്നെ ഗ്രാമപഞ്ചായത്തുകൾ ഭൂരിഭാഗം UDFനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകൾ 3 വീതം 2 മുന്നണികളും പങ്കിട്ടു. ജില്ലാ പഞ്ചായത്ത് ഒരു ഡിവിഷനിൽ മാത്രം BJPക്ക് ജയിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നഗരസഭകൾ 3 1 LDF നിലനിർത്തി. നീലേശ്വരം നഗരസഭ ആദ്യമായി രൂപം കൊണ്ടപ്പോൾ LDFനാണ് ലഭിച്ചത്. കാഞ്ഞങ്ങാട് കാസർഗോഡ് നഗരസഭകളാണ് UDFനുള്ളത്. എന്നാൽ ഇത്തവണ കാഞ്ഞങ്ങാട് നഗരസഭയിലെ UDF കനത്ത വെല്ലുവിളി നേരിടുകയാണ്. മുൻകാല ഭരണത്തിലെ ചില പ്രശ്നങ്ങളുമായി ബാറിന് ലൈസൻസ് നൽകുന്നവർക്കുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് UDFിലുണ്ടായ ഭിന്നതകളും പ്രശ്നങ്ങളും കോൺഗ്രസിലുണ്ടായിട്ടുള്ള കലാപവും എല്ലാം കൂടി നോക്കുമ്പോൾ കാഞ്ഞങ്ങാട് നഗരസഭയിൽ UDFന് ഭരണം നിലനിർത്താൻ കഴിയുമോ എന്നുള്ള ആശങ്ക ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. UDF കേന്ദ്രങ്ങൾ അത് രഹസ്യമായി സമ്മതിക്കുന്നുമുണ്ട്. ജില്ലാ പഞ്ചായത്തിലേക്കും ഏതാണ്ട് തുല്യ നിലയിലുള്ള പോരാട്ടമാണ് ഇപ്പൊ നടക്കുന്നത്. ആ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. LDF അല്പം മേൽക്കൈ നേടിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അത് UDF മത്സരിക്കുന്ന ഓർക്കാടി ഡിവിഷനിൽ സണ്ണി, ഇത്തരത്തിൽ നിൽക്കുമ്പോൾ തന്നെ കാസർഗോഡ് എപ്പോഴും മാറി നിൽക്കുന്നു മറ്റു പ്രദേശങ്ങളിൽ നിന്ന്. കാസർഗോഡ് അത് പല ഘട്ടങ്ങളിലും 2010 തെരഞ്ഞെടുപ്പ് സണ്ണി നേരത്തെ പറഞ്ഞതുപോലെ LDFും UDFും ഒരേ ഒപ്പത്തിനൊപ്പം എന്ന് പറയുമ്പോൾ തന്നെ ചില പ്രദേശങ്ങളിൽ മുന്നണികൾ മാറി മേൽക്കൈ സൃഷ്ടിച്ച ചിത്രമാണ് കാണുന്നതും. 23 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ, അതോടൊപ്പം തന്നെ 3 നഗരസഭകൾ കേന്ദ്രീകരിച്ച് വരുമ്പോൾ കാസർഗോഡിന് മാത്രമായി അടിയൊഴുക്കുകൾ സൃഷ്ടിക്കുന്ന തരത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉയർന്നിട്ടുണ്ടോ പ്രാദേശികമായി? അത് കേന്ദ്രീകരിച്ച് ചെറുമുന്നണികൾ, പലപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിധി നിർണ്ണയിക്കുക ഇത്തരം കുറുമുന്നണികൾ അല്ലെങ്കിൽ ചെറുമുന്നണികളാണ്. കാസർഗോഡിനെ സംബന്ധിച്ച് അത്തരത്തിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ചൂണ്ടിക്കാട്ടാനുണ്ടോ? കാസർഗോഡ് ജില്ലയിലെ UDFുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയും പ്രശ്നങ്ങളും മാത്രമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. മറ്റ് ജില്ലകളിലെ പല ജില്ലകളിൽ എന്നതുപോലെ കാസർഗോഡ് ജില്ലയിലും
കോൺഗ്രസിൽ പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടായി. അവിടെ ജനാധിപത്യ വികസന മുന്നണി DDF എന്ന നിലയിൽ ഒരു സഖ്യം ഉണ്ടായി. പക്ഷേ LDFുമായി സഹകരിച്ചിട്ടല്ല അവർ മത്സരിക്കുന്നത്. അവര് കോൺഗ്രസിലെ റിബൽ വിഭാഗമായി ശക്തമായ എല്ലാ വാർഡുകളിലും മത്സരിക്കുന്ന ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നു. അതേസമയം ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെ LDFന്റെയും DDFന്റെയും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി ഷേർലി സെബാസ്റ്റിനെ DDF പിന്തുണയ്ക്കുന്നു. അതേസമയം ഗ്രാമപഞ്ചായത്തിലേക്ക് വേറിട്ടാണ് LDFും DDFും UDFും മത്സരിക്കുന്നത്. ഇത് നിലവിൽ ഇതുവരെ ചരിത്രത്തിൽ ഈസ്റ്റലേരി പഞ്ചായത്തിൽ കോൺഗ്രസ് മാത്രമേ ഭരിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 15ഉം കേരള കോൺഗ്രസിന് ഒരു സീറ്റ് മാത്രമാണ് CPMന് അവിടെ ജയിച്ചത്. LDF എന്ന നിലയിൽ CPMന് മാത്രം ഒരു സീറ്റാണ് ഉണ്ടായിരുന്നത്. ആ പഞ്ചായത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് അധികാരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വളർന്നു വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതുപോലെ തന്നെ കള്ളാർ ഗ്രാമപഞ്ചായത്തിൽ കേരള കോൺഗ്രസ് മുന്നണി വിട്ട് ജനപക്ഷ മുന്നണി എന്നതിൽ മത്സരിക്കുന്നു. അതുപോലെ കൂട്ടുകെട്ടുകൾ ഒരുപക്ഷെ അവർ ഉയർത്തുന്ന രാഷ്ട്രീയവും പരസ്യപ്രചാരണം അവസാനിച്ച് ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മുഹൂർത്തങ്ങളിൽ ആയിരിക്കും, മണിക്കൂറുകളിലായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രങ്ങൾ രൂപപ്പെടുക. അത് വോട്ടെടുപ്പിൽ ഏതു തരത്തിൽ ബാധിക്കുമെന്നുള്ള കണക്കുകൂട്ടലുകളിലും വിവിധ മുന്നണികൾ. കാസർഗോഡ് നിന്നും സണ്ണി ജോസഫ്.